ഹലോ മൈ ഗേസ്, നമ്മുടെ പുതിയൊരു സർവറുമായിട്ട് നമ്മളിതാ വന്നിട്ടുണ്ട്. പുതിയൊരു ലെറ്റ്സ് പ്ലേ സർവർ ഗേസ്. നമ്മുടെ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് ആണ്. പഴയ സീരീസ് ഒക്കെ പോയി ഗേസ്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ നമ്മളിതാ ഇതിലാണ് കളിക്കുന്നത് ഗേസ്. ഞാനത് കുറേ നേരം കളിക്കാൻ തുടങ്ങിയിട്ട് ഞാനപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. പക്ഷേ നമ്മുടെ വീഡിയോ ഒന്നും റെക്കോർഡ് ആയിട്ടില്ല ഗേസ്. അതിൻ്റെ സൗണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാനത് ആദ്യം തൊട്ട് ആക്കുകയാണ്. ഞാൻ കുറേ നേരം ഈ വേൾഡ് കളിച്ച് കഴിച്ചത് ആ ഭാഗത്ത് ആയിട്ട് നമ്മുടെ ചെറിയൊരു സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഭാഗത്ത്. അപ്പോൾ നമ്മൾ ബെഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ആ ബെഡ് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞ കേസ്. ഒരു ക്രീപ്പർ പൊട്ടിയപ്പോൾ ഒക്കെ പോയി കേസ്. പിന്നെ അപ്പോൾ നമ്മളിതൊരു മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് കേസ്. ഈ രാവിലെ ആവണ വരെ നമ്മളിതാ. പിന്നെ നമുക്കൊരു പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സുധിയണ്ണൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസത്തെ പോലെ ഒരു മീനിക്കുട്ടിനെ കിട്ടിയിട്ടുണ്ട് ഗേസ്. നമുക്ക് എൻ്റെ അടുത്ത് 3 എണ്ണം ഉണ്ടായിരുന്നു. അതിലത്തെ ഒരെണ്ണമാണിത്. പിന്നെ ഒരെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ഒരെണ്ണം ക്രീപ്പർ പൊട്ടിയത് മരിച്ചു ഗേസ്. അപ്പോൾ നല്ല വിഷമമായിരുന്നു. ചിലപ്പോൾ ടേസ്റ്റ് എന്തായാലും ഇനി നമുക്ക്. പക്ഷേ ഇതാണ് നമ്മുടെ മെയിൻ ആൾ കേട്ടോ. കാരണം ഇതിനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തത്. ബാക്കി 2 എണ്ണത്തിന് ഞാൻ അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൽ എപ്പോഴും ഈ പെണ്ണുണ്ടാവും. ഓക്കെ, ഞാൻ നിങ്ങൾ രാവിലെ ആയിട്ട് അറിയിക്കാം കേട്ടോ ഗെയ്സ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മറ്റേ ബേസിൻ്റെ അവിടേക്ക് പോയേക്കാം. ഓക്കെ, ഞാൻ അവിടെ പോവാം ഗെയ്സ്. അവിടെ കേട്ടോ നമ്മളൊരു ബെഡൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചതാണ്. ഒക്കെ പോയിക്കണോ. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ 2ാമത്തെ ആൾ. ഇത് രണ്ടാളുമാണ് എൻ്റെ പെറ്റ്. നമ്മുടെ മെയിൻ ഇബളാട്ടോ. ഇബളോ ബനോ അറിയില്ല. എന്തായാലും നമുക്ക് ഒരു ബെഡ് ഒന്നുകൂടി സെറ്റാക്കണം. നമ്മുടെ ബെഡ് പോയിട്ടുണ്ട്. ഇപ്പോൾ ബെഡ് ഷീപ്പിനെ എവിടെ നിന്ന് കിട്ടണം നോക്കണം ഗീസ്. ഒരു ബെഡ് അത്യാവശ്യമാണ് ഇവിടെ. ഓക്കെ ഗേസ്, ഇവിടെ എവിടെ ഒരു ഷീപ്പിനെ കാണാനല്ലോ കേട്ടോ. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ ഷീപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണത്തിന് പോലും കാണാനില്ല ഗീസ്. കാണാൻ ഗീസ് ഒരെണ്ണം പോലില്ല ഗീസ്. എവിടെയും അത് നോക്കുന്ന സമയത്ത് ഒന്നിനും കാണില്ല ഗീസ്. നോക്കാത്ത സമയത്താണ് എല്ലാത്തിനും കാണുന്നത് ഗെയ്സ്. എവിടെയില്ല ഗെയ്സ്. ഒരൊറ്റ ഷീപ്പ് പോലില്ല ഗെയ്സ്. എവിടെയും ഗെയ്സ് നമ്മൾ മൊത്തത്തിൽ നടന്ന് തപ്പി ഗെയ്സ്. എവിടെ ഒരു ഷീപ്പിനെ കാണാനല്ല ഗെയ്സ്. കുറച്ച് ഇത് കൊണ്ടാ ഗെയ്സ്. തിന്നാൻ ആവശ്യമുണ്ട് ഗെയ്സ്. ഒറ്റ ഷീപ്പ് പോലും വീഴില്ല. നമുക്ക് ഇത്ര നേരമായിട്ട് ഒരു ഷീപ്പിനെ കിട്ടിയിട്ടില്ല. എവിടെയാണോ ഈ ഷീപ്പുകളൊക്കെ വെക്കണേ. എന്താണ് മോജാങ്ക. കുറച്ച് ഷീപ്പിനൊക്കെ കൊടുന്നിട്ടൂടെ ഇവിടേക്ക് ഗെയ്സ്. ഷീപ്പ് പോയിട്ട് വേറെ ഒന്നുമില്ല ഗെയ്സ്. ഈ ഭാഗത്ത് കുറേ തത്തമ്മ കുട്ടികൾ മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല. ഡബടി ഒരു തത്തമ്മ കുട്ടി ഇരിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ 2 എണ്ണം ഇരിക്കുന്നുണ്ട്. പിന്നെ മറ്റാ ചങ്ങായിയും പിന്നെ 2 ലാമകളും അത് കൂടെ പോകുന്നുണ്ട്. പിന്നെ ഒരു കോഴിയുണ്ട് ഗെയ്സ്. വേറെ ഇപ്പോൾ ഒന്നുമില്ല ഗെയ്സ്. ഇവിടെ ഒറ്റ ഷീപ്പ് മതി. അല്ല, 1 അല്ല 3 എണ്ണം വേണം ഗെയ്സ്. അവിടെ പെട്ടിൻ്റെ ഉള്ളിൽ 3 ഉണ്ട് തോന്നണു. ഒന്ന് നോക്കിയിട്ട് വരാം ഗെയ്സ്. ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഒരെണ്ണമെങ്കിലും കിട്ടുന്നുണ്ടാവും, അറിയില്ല ഗെയ്സ്. എന്തായാലും ഗെയ്സ് ഇതാ ഒരെണ്ണം ഇരിക്കുന്നു ഗെയ്സ്. ഇതിനെ അടിച്ചില്ല ഗെയ്സ്. ഓക്കെ, നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. പെട്ടിൻ്റെ ഉള്ളിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഇല്ല ഗെയ്സ്, നമ്മുടെ പെട്ടിൻ്റെ ഉള്ളിൽ ആവുന്നില്ല. കയ്യിലുള്ള സാധനമൊക്കെ പെട്ടിൻ്റെ ഉള്ളിൽ വെക്കും ഗെയ്സ്. കുറച്ച് ഫുഡ് എടുക്കാം. വേറെ
ഓക്കെ ഗൈസ് അത് റെഡി. പിന്നെ നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കണം ഗൈസിൻ്റെ ടൂൾസൊക്കെ ക്രീപ്പർ കുട്ടിയിൽ പോയി. നമുക്കതാരും മരം വെട്ടാട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് മരമൊന്നും അധികം വെട്ടില്ല. കാരണം നമ്മൾ ബേസ് ഉണ്ടാക്കുമ്പോൾ ബേസിൻ്റെ 4 പുറം മരങ്ങൾ വേണം, നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ. ഗൈസ് ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ബേസ് ഉണ്ടാക്കും, ഈ വീഡിയോയിലല്ല അടുത്ത വീഡിയോയിൽ ബേസ് ഉണ്ടാക്കും ഗൈസ്. നമുക്ക് വേഗം ഡ്രാഗനൊക്കെ കൊല്ലണം ഗൈസ്. ഇതിൽ എന്നാൽ ആഗ്രഹമൊക്കെ ഉണ്ട്, പറ്റുകയാണെങ്കിൽ കൊല്ല. ഗൈസ് ട്രേ മൊത്തത്തിലൊന്ന് എടുക്കണം ഗൈസ് ഇവിടുന്ന്. ഓക്കെ ഗൈസ് ഇതൊക്കെ മതി, ഇനി പോവാ ഗൈസ് ഇവിടുന്ന്. ഇനി നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം ഗൈസ്. ഇത് പിടിക്ക് വെച്ചിട്ട് ക്രാഫ്റ്റിംഗ് ടേബിളാണ്, ക്രാഫ്റ്റിംഗ് ടേബിളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി. ഓക്കെ ഇനി നമുക്ക് ആദ്യം സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോഡ്, പിന്നെ ഒരു വുഡൻ ആക്സ്, ഒരു പിക്കാക്സ്, ഷവലും കൂടി ഉണ്ടാക്കണം ഗൈസ്. അതൊക്കെ ഒരു ഷവൽ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വുഡൊക്കെ പെട്ടിൻ്റെ വെക്കാം. ഓക്കെ അതൊക്കെ റെഡിയായി. ഇതൊന്ന് റെഡി ആക്കട്ടെ. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് കുറച്ച് ഷീപ്പിനെ കൂടി കിട്ടിയാൽ മതി, വേറെ ഒരു പണിയില്ല. യെസ് നമുക്ക് വേഗം ഈ ഷീപ്പിനെ കിട്ടിയാൽ വേഗം മൈനിങ്ങിനൊക്കെ പോകാനുള്ളതാണ്. ഗൈസ് എവിടെ ഒരു ഷീപ്പില്ല ഗൈസ്, ആകപ്പാടെ കുറേ നോക്കി ഒരെണ്ണത്തിന് കിട്ടി. ഇന്നും വേണം ഗൈസ് 2 പിന്നെ ഇതിൽ കളിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, ക്രീപ്പേഴ്സാണ് നല്ല മെയിനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ക്രീപ്പർ ഉണ്ടെങ്കിൽ വേഗം കാണാനൊന്നും പറ്റില്ല. കാരണം ക്രീപ്പറിൽ ഇതിൻ്റെയൊക്കെ കളർ ഒന്നാണ്, 4 മരങ്ങളോ അതൊക്കെ ഉള്ളത് കൊണ്ട് ക്രീപ്പറിനെ തിരിച്ചറിയാൻ പറ്റൂല ഗൈസ്. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ അങ്ങനത്തെ ഇത് കാരണമാണ് 2-3 പ്രാവശ്യം ക്രീപ്പർ ഇതാക്കിയത്. ഞാൻ നിർത്തി പോയതാണ്, പിന്നെയും വന്നതാണ് കളിക്കാൻ. ഗൈസ് ഈ ഭാഗം ഇപ്പോൾ നമ്മൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യണ ഒരു ക്രീപ്പർ ഗൈസ് ഇപ്പോൾ പൊട്ടിയിരുന്നത്. ഗൈസ് ഈ ഒരു വീഡിയോ നമ്മൾ ഒരു അത് അവിടെ വെച്ചല്ലോ, കുഴപ്പമില്ല, ഒരു മിനിറ്റ്. ഗൈസ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ മുന്നങ്ങൾ കുറച്ച് കണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇത് നമ്മൾ 2-3 ആ വീഡിയോ എടുത്തതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടൊക്കെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് അതിൻ്റെ ബാക്കിയാണ്, ഇതിൻ്റെ ബാക്കി നേരത്തെ കണ്ട വീഡിയോൻ്റെ ബാക്കി. നേരത്തെ കണ്ട വീഡിയോ മീൻസ് കുറച്ച് നേരം മുന്നേ ഞാൻ ബൂളൊക്കെ എടുക്കാൻ വേണ്ടി 4 hour ഓടിയില്ലേ, അതിൻ്റെ ബാക്കി. ഓക്കെ ക്രീപ്പറിനൊന്ന് പൊട്ടിത്തെറിപ്പിക്കട്ടെ. വെള്ളത്തിൽ നിന്ന് പൊട്ടിപ്പിച്ച് നമുക്ക് ഡാമേജ് കിട്ടില്ല. ഓക്കെ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ പറയാൻ പറഞ്ഞു നമുക്ക് വൂള് കിട്ടി ഗൈസ്. ഞാൻ കുറേ നേരം 4 hour ഇരുന്ന് ഓടി. എന്താണോ ഈ ഒരു ഭയമെങ്കിൽ അങ്ങനെ ഷീപ്പും സ്പോണാവില്ല എന്നുണ്ട്. സ്പോണായാലും എന്താ ഈ ഒരു ബ്രൗൺ കളർ ഇത് മാത്രമേ കിട്ടുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് നല്ല 3 കുറേ നേരം നോക്കിയിട്ടാണ് ഗൈസ് ഈ ഒരു 3 കിട്ടിയത്. അപ്പം എന്തായാലും നമുക്ക് അടിച്ച് പൊളിക്കാം, ബെഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കാം. 3 കിട്ടി ഗൈസ്. അയ്യോ കുറേ നേരം നിന്നിട്ടാണ് നമുക്ക് ഈ 3 കിട്ടി. നമുക്കൊരു ബെഡ് ഉണ്ടാക്കാം, അതിന് വുഡ് എടുക്കാം. ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ച വുഡായിരുന്നു. ഓക്കെ അത് അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ബെഡ് റെഡി. നമുക്ക് രാത്രിയായി കടന്നുറങ്ങാം. ഓക്കെ സെറ്റ്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു വീടുണ്ടാക്കണം, അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിപ്പോൾ കത്തുക, രാത്രി ആവുന്നുണ്ട്. അപ്പം നമുക്കൊരു വീടുണ്ടാക്കണം. ഞാൻ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കി നോട്ടെ, ഏതാ ഒരു അടിപൊളി ഈ ഒരു ബയോ അങ്ങനെ ചേരിയൊരു ഈ ഒരു ബയോ അങ്ങനെ ചേർന്നൊരു വീട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ നെറ്റ് അവിടെ ഒക്കെ ഉണ്ടാവും കൊണ്ടാ. നമുക്ക് കടന്നുറങ്ങാം. എന്നാലും ഞാൻ വേഗം നോക്കിയിട്ട് വരാം ഏതാണ് ഈ ഒരു ബയോ അങ്ങനെ വെച്ച ഒരു അടിപൊളി വീട്. ഓക്കെ
ഗൈസ് ഞാനങ്ങനെ കുറേ നേരം നിന്ന് നോക്കിയപ്പോൾ ഒരു ട്രീ ഹൗസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് കുറേ ഐറ്റംസ് വേണം. അതൊന്നും നമ്മുടെ അടുത്ത് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ട്രീ ഹൗസ് ഉണ്ടാക്കണ്ട, നമ്മൾ അടുത്തതോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തതോ വീഡിയോയിൽ ട്രീ ഹൗസ് ഉണ്ടാക്കാം. ബട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണം, മൈനിങ്ങിനൊക്കെ പോകണം ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ മൈനിങ്ങിന് പോവാണ് ഈ ഒരു ഭാഗത്ത്. ഗൈസ് നമ്മളിപ്പോഴും ഈ ഒരു സീരീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം പറഞ്ഞാൽ ഫസ്റ്റ് ഇതാണ് എപ്പിസോഡാണ്. എന്നാലും മൈൻക്രാഫ്റ്റിൽ കുറച്ച് ദിവസമായി. മൈൻക്രാഫ്റ്റിലത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഇതുവരെയായിട്ട് നമ്മൾ സ്റ്റോൺ ടൂൾസ് പോലും ആയിട്ടില്ല ഗൈസ്. ഇപ്പോഴും നമ്മൾ ഈ ഒരു വുഡൻ പിക്കാച്ചിലൊക്കെ നിൽക്കണം. അപ്പോൾ നമുക്ക് വേഗം മൈൻ ചെയ്തിട്ട് ഒന്ന് അടിപൊളിയാക്കാം ഗൈസ്. വേഗം മൈൻ ചെയ്യണം. എന്നിട്ട് കുറേ അയണും കാര്യങ്ങളൊക്കെ. ഗൈസ് നമുക്ക് കേവിൽ പോയാലോ ഗൈസ്? ഞാൻ ഇവിടുന്ന് കുറച്ച് സ്റ്റോണിൻ്റെ ഐറ്റംസ് ഒക്കെ എടുത്തതേ ഏതെങ്കിലും ഒരു കേവിൽ ചെന്ന് ചാടുകയാണ് ഗൈസ്. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് വേഗം ഇതൊന്നും കിട്ടൂല. കുറേ മൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് സാധനം ഉള്ളുക. കേവിലൊക്കെ നോക്കണം ഗൈസ്. കുറച്ച് സ്റ്റോൺ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇനി പോവാം. ഓക്കെ ഗൈസ്, ഇതാ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക. വുഡ് എടുക്കുക ഗൈസ്. എന്നിട്ട് ഓക്കെ അത് സെറ്റ്. ഇനി നമുക്ക് ഗൈസ് ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് വരുന്നുണ്ടെന്ന് അറിയാം, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ആദ്യം നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. പിന്നെ ഒരു ഷവല്, പിന്നെ അയ്യോ ഇതൊക്കെ പാടാൻ അങ്ങോട്ടും ഇങ്ങോട്ടായി. ഓക്കെ ഒരു സോഡ് ഉണ്ടാക്കാം. പിന്നെ ഇപ്പം എന്താ വേണ്ടി ഐസ് മറ്റേ അയ്യോ എങ്ങനെയായിരുന്നു അത് ഗൈസ്? ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഗൈസ്. കിട്ടി. ഓക്കെ അപ്പം അതും സെറ്റ്. ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ ഗൈസ്. നമ്മുടെ ഈ ഒരു വുഡൻ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ഗൈസ്. നമുക്ക് ആദ്യം ഒരു സോഡൊക്കെ, പിന്നെ ഇതൊക്കെ, പിന്നെ ഇതൊക്കെ, പിന്നെ ഇതൊക്കെ. ഫുഡ് കുറച്ചും കൂടി ഇടുമ്പോൾ ഗൈസ് നമുക്ക് കുറച്ചും കൂടി ഇത് മൈൻ ചെയ്യുക. ഓക്കെ ഒരു ഫർണസ് ഉണ്ടാക്കണം ഗൈസ്. ഇപ്പോഴും പറയണോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഓക്കെ നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാം. ഓക്കെ ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫർണസ് ഇതാ ഇവിടെ ഒക്കെ ഗൈസ്. നമുക്ക് നമ്മുടെ പെറ്റിനെ കൊണ്ടുപോകണ്ട ഗൈസ്. പിന്നെ നമുക്കിതാ ഈ രണ്ടാൾക്ക് ഇടാനുള്ള ഒരു നെയിം എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുക. ഏത് പേര് പറഞ്ഞാലും നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അതിൽ പറഞ്ഞതിൽ ഏറ്റവും നല്ലൊരു പേര് നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് പോവാം ഗൈസ്. ഒരു കേവ് ഞാൻ ആ ഭാഗത്തായിട്ട് കണ്ടുപിടിച്ച് തന്നു, ഒന്ന് നോക്കാം ഗൈസ്. അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഓക്കെ കുറച്ചാണ്ട് പോയേക്കാം. ആ ഭാഗത്തായിട്ട് തന്നു ഗൈസ്. നമുക്ക് ഈ കേവിലൊന്ന് ഇറങ്ങി നോക്കിയാലോ? ഇതല്ല ഞാൻ നേരത്തെ നോക്കിയത്. അവിടെ ഒന്ന് ഇറങ്ങി നോക്കാം കേട്ടോ, എന്തെങ്കിലും ഉണ്ടോന്നാവോ. ഇല്ല ഗൈസ്. അയൺ കിട്ടി ഗൈസ്. അയൺ. വെളിച്ചൊന്നല്ലേ ഗൈസ്? ഈ ഒരു അയൺ മാത്രമേ ഉള്ളൂ ഇവിടെ. അതെ ഗൈസ്, ഒരു അയൺ കിട്ടി. പിന്നെ കുറച്ച് കോപ്പർ ഉണ്ട്. ആ കോപ്പർ വെച്ചിട്ട് നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കോപ്പറും കുറച്ചെടുക്കുക ഗൈസ്. ഞാനാണെങ്കിൽ ടോർച്ചും കൊടുന്നില്ല ഗൈസ്. ഞാൻ നേരങ്ങത്തിൽ നോക്കാറുണ്ട്, ഇത് കാണാനൊന്നുമില്ല എന്തൊക്കെയുള്ളൂ. അതായത് ഇവിടുന്ന് പോവാ ഗൈസ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേവ് ഗൈസ്. ഇവിടെ അത്യാവശ്യം വലിയൊരു കേവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ നല്ല വലിയ കേവാണ്. ക്രീപ്പർ ഞാൻ പോവുക. ഓടിക്കോ വേഗം പോവുക. ജസ്റ്റ് മിസ് ചെയ്ത്
ഞങ്ങൾ കേക്ക് ഇറങ്ങാനൊന്നും ഇപ്പോൾ പ്രിപ്പയർ ആയിട്ടില്ല അത്രക്ക്. നമുക്ക് ഒന്നുകൂടി പ്രിപ്പയർ ആയിട്ടൊരു വരവ് വരണം ഗൈസ്. ഫുഡ് വരണം, കുറച്ച് ഫുഡ് കഴിക്കാം. നമ്മുടെ ഹങ്കർ തീർന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഫുഡ് കഴിച്ചു ഗൈസ്. ഇറങ്ങണോ? ഇവിടെ അയൺ എന്തെങ്കിലും കാണാനുണ്ട് ഗൈസ്? അയൺ ഈ ഭാഗത്തൊന്നും കാണില്ല. കുറച്ച് കോപ്പർ അവിടെ ഇരിക്കുന്നുണ്ട്. ഗൈസ് അത് ആ ഒരു ഭാഗത്തായിട്ട് അയൺ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ? ഗൈസ് ആ അയൺ ഇപ്പം എങ്ങനെ കിട്ടുക? ഗൈസ് കുറച്ച് സോംബിയൊക്കെ നമ്മളൊക്കെ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങാനും പറ്റൂല ഗൈസ്, കാരണം ഇറങ്ങിയാൽ ഈ സോംബീസ് ഒക്കെ പാടെ എൻ്റെ മെക്കിട്ടാണ്ട് കയറും. കാണില്ല ഇപ്പം തന്നെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ചെണ്ണം അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയെന്നാ ഇറങ്ങി അങ്ങോട്ട് ഇരിക്കുക ഗൈസ്. എന്തായാലും ഒരു വരവും കൂടിയും വരണോ. പിന്നെ ഗൈസ് എനിക്ക് ഇവിടെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. ജംഗിളിലല്ല, ഒരു വേറെ ഏതെങ്കിലും ബയോങ്ങിലായിട്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു പ്ലെയിൻസ് ഉണ്ട്. ഞാൻ കണ്ട ഒരു ഓർമ്മ ഉണ്ട് ഗൈസ്, ഈ ഒരു ബയോങ്ങിൻ്റെ അപ്പുറത്തൊരു പ്ലെയിൻസ്. അപ്പോൾ നമുക്ക് അവിടേക്കൊക്കെ പോയി നോക്കണം ഗൈസ്. നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു അയൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ മതി. എന്നാലും ഇത് നമുക്ക് ഭദ്രമായി നമ്മുടെ പെട്ടിൻ്റെ ഉള്ളിൽ വെക്കാം. ഓക്കെ ഗൈസ്, സെറ്റാണ്. ഇനി ഗൈസ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല, കാരണം നോമ്പൊക്കെയാണ്. ക്ഷീണിച്ചാണ്, നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ച് അല്ലീമാൻ. പിന്നൊരു കാര്യമുണ്ട്, ഞാൻ മറന്നു. ഒരു മിനിറ്റ് കിട്ടോ. ഓക്കെ, വേർ ഈസ് മൈ ബേസ്? അതാ നമ്മുടെ റമദാൻ മാസമായിട്ട് ഞാൻ ഈ ഒരു പന്നിയിറച്ചൊക്കെ തിന്ന് അടക്കുക. എന്താ പന്നിയിറച്ചൊന്നും നമുക്ക് വേണ്ട ഗൈസ്, ഇതൊക്കെ എടുത്ത് കളയാം ഗൈസ്. ഇനി നമ്മളിതാ ഓർമ്മയില്ലാതെയാണ്, അറിയാതെയാണ് നമ്മൾ ഈ ഒരു മറ്റേ തണ്ണിമത്തൻ കഴിച്ചത്. എല്ലാവരും ക്ഷമിക്കുക, അറിയാതെയാണ്. റമദാൻ മാസമായിട്ട് നമ്മൾ തണ്ണിമത്തമൊക്കെ കഴിച്ച് അടക്കുക. കണ്ടില്ലേ ഇനി മീനിക്കുട്ടിയൊക്കെ എന്താ വിചാരിക്കുക? റമദാൻ മാസമായിട്ട് ഞാൻ തിന്ന് നടക്കാന്നല്ലേ. ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.